നമ്മളെ പോർഷൻ ട്രാക്കർ ആപ്ലിക്കേഷനകത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും പ്ലേ സ്റ്റോറിൽ പോയി അവിടെ പോർഷൻ ട്രാക്കർ എന്ന് എൻ്റർ ചെയ്ത് കാണുന്ന അപ്ഡേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പുതിയ വേർഷനിലേക്ക് മാറുക. ഇത്തരത്തിൽ പുതിയ അപ്ഡേഷൻ നടത്തിയതിന് ശേഷം മാത്രമായിരിക്കണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ പോർഷൻ ട്രാക്കറിലേക്ക് എൻ്റർ ചെയ്യേണ്ടത്. നമുക്കറിയാം, പോർഷൻ ട്രാക്കറിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമാണ് FRS എന്ന് പറയുന്നത്, ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം. ഇത് നിർബന്ധമാക്കിക്കൊണ്ട് നമ്മളെ പോർഷൻ ട്രാക്കറിൽ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ഗുണഭോക്താക്കളെയും, അതായത് THR സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളെയും ഈ FRS സംവിധാനത്തിൽ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വേറൊരു അപ്ഡേഷൻ കൂടി PMMBY സൈറ്റിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. കൃത്യമായി അതിനെക്കുറിച്ച് നമ്മൾ ഒരു സെഷൻ ചെയ്തിരുന്നു. അതായത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നുള്ള സ്കീമിൽ ഒരു ഗർഭിണികളുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും പോർഷൻ ട്രാക്കറിനകത്ത് അവരുടെ പേര് വെരിഫൈ ചെയ്യുകയും ഒപ്പം FRS സംവിധാനം ഉപയോഗപ്പെടുത്തി 2-വേ ഓതന്റിക്കേഷൻ നിർബന്ധമായും പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് FRS ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൽ ഏതൊക്കെ രീതികളാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങളോട് നേരത്തെ തന്നെ നമ്മൾ വിവരണം നടത്തിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും പെൻഡിംഗ് ഉള്ള നമ്മളെ സെന്ററിലെ ഏതെങ്കിലും ഗുണഭോക്താക്കൾ ഇത്തരത്തിൽ ഫേസ് റെക്കഗ്നിഷൻ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് PMMBY ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് THRഉം വിതരണം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ എളുപ്പത്തിൽ FRS സംവിധാനം ചെയ്ത് പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം FRS സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിന് നിങ്ങളുടെ THR സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെയിലി ട്രാക്കിംഗ് എടുത്ത് അവിടെ THR ബെനിഫിഷ്യറി ക്ലിക്ക് ചെയ്ത് ആ ഗുണഭോക്താവിന് നേരെ കാണുന്ന THR ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ THR സ്വീകരിക്കുന്ന അവസാനഘട്ട പേജിലേക്ക് എത്തും. അതിന് മുന്നേ തന്നെയാണ് ഈ 2 ഓതന്റിക്കേഷനും പൂർത്തിയാക്കേണ്ടത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമുക്ക് ഫോട്ടോ ക്യാപ്ചറിംഗ് ആണ്. ഗുണഭോക്താവിന്റെ ഫോട്ടോ അതിലേക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും THR സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കൾക്കും ബാധകമാണ്. അത് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരു പ്രവർത്തനം കൂടെയാണ്. അപ്പോൾ ഇത്തരത്തിൽ പെൻഡിംഗ് ഉള്ള ആളുകളെ അല്ലെങ്കിൽ ഗുണഭോക്താക്കളെ പോർഷൻ ട്രാക്കറിൽ നിലനിർത്തിയാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന THR ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ PMMBY ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റം മനസ്സിലാക്കി നമ്മൾ ആപ്ലിക്കേഷനകത്തേക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇനി പെൻഡിംഗ് ഉള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും FRS സംവിധാനത്തിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്ന് 100% പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്